സംസ്ഥാനത്ത് ഒരാഴ്ചയ്ക്കിടെ 9 പേർക്കാണ് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നത്. കൊല്ലം സ്വദേശിയുടെ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണെന്നും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. 10 മാസത്തിനിടെ 97 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 22 പേർക്ക് അതിൽ തന്നെ ജീവൻ നഷ്ടമാകുകയും ചെയ്തു. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന പേര് കേട്ടാൽ പോലും പേടിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. നേരത്തെ വടക്കൻ ജില്ലകളിലാണ് ഇത് കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് തിരുവനന്തപുരത്തും കൊല്ലത്തും അടക്കം അത്തരം വാർത്തകൾ വരുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായുള്ള കണക്കുകൾ കൂടി പുറത്തു വരുമ്പോൾ എത്രത്തോളം ജാഗ്രത നമ്മൾ പാലിച്ചാലും ഇത് എങ്ങനെ വരുന്നു എന്നുള്ളതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന് കഴിയാത്തത് ഇപ്പോഴും ഭീതി ഉളവാക്കുന്നു. ഈ കണക്കുകൾ എന്താണ് പറയുന്നത് ഷിജോ? ഇതിനകത്ത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഉറവിടം കണ്ടെത്താത്തത് വലിയ ആശങ്കയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. നേരത്തെ ജിൽസി സൂചിപ്പിച്ചതുപോലെ ഇത് നേരത്തെ വടക്കൻ കേരളത്തിലാണ് കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇപ്പോൾ വടക്കെന്നോ തെക്കെന്നോ മധ്യ കേരളമെന്നോ എന്നൊന്നുമില്ല, എല്ലാ ജില്ലകളിലും 1-2 രോഗികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കേരളത്തിൽ സംജാതമായിട്ടുള്ളത്. ഈ വർഷം ഏതാണ്ട് 10 മാസം അടുക്കുമ്പോൾ ഈ വർഷം ഇതുവരെ 97 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 97 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 22 പേരുടെ ജീവനാണ് ഈ രോഗം കവർന്നത്. അങ്ങനെ ആഗോളതലത്തിൽ 97% മരണനിരക്കുള്ള രോഗത്തെ കേരളത്തിൽ കൃത്യമായിട്ട് ഫലപ്രദത്തോടുകൂടി പിടിച്ചു നിർത്താൻ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുമ്പോഴും ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് വലിയ ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസത്തെ ഒരാഴ്ചത്തെ കണക്ക് മാത്രം പരിശോധിച്ചാൽ 7 ദിവസത്തിനിടെ സംസ്ഥാനത്ത് 9 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തു. 1-ാം തീയതിയാണ് കൊല്ലം ഇടവട്ടം സ്വദേശിയായിട്ടുള്ള 63 വയസ്സുകാരൻ മരിച്ചത്. ഈ 63 വയസ്സുകാരൻ ഒക്ടോബർ 1-ാം തീയതി മരിക്കുന്നു. 3-ാം തീയതി നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ മറ്റ് സാമ്പിളുകൾ എടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ മരണം അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമാണ് എന്നുള്ള കാര്യം ആരോഗ്യവകുപ്പ് തിരിച്ചറിയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് പരിശോധനകൾ, ഈ രോഗനിർണയം, ഈ രോഗം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധനകൾ കേരളത്തിൽ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ രോഗം കണ്ടെത്താൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഇരുട്ടിൽ തപ്പുകയാണ്. എങ്ങനെ ഈ രോഗം സംഭവിക്കുന്നു? ഈ ഒഴുക്കില്ലാത്ത കുളത്തിൽ കുളിക്കുന്ന ആളുകൾക്ക് രോഗം വരുമെന്നൊക്കെ നേരത്തെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ വീട്ടിലെ ഷവറിൽ കുളിച്ച ആളുകൾക്ക്, മറ്റിടങ്ങളിൽ കുളിച്ച ആളുകൾക്ക്, കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിച്ച ആളുകൾക്കൊക്കെ ഈ രോഗം വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുഞ്ഞുകുട്ടികൾ ഈ കുളത്തിലും പുഴയിലും ഒക്കെ ഇറങ്ങി നീന്തുമ്പോൾ മൂക്കിലൂടെ വെള്ളം അകത്തേക്ക് പോയി അതിനകത്തുകൂടി അമീബ തലയ്ക്കകത്തെത്തി തലച്ചോറ് കാർന്നു നിന്ന് മരണം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഈ രോഗം മൂർച്ഛിക്കുന്നു, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ ഷവറിലൊക്കെ കുളിക്കുന്ന ആളുകൾക്ക് പോലും രോഗം വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാത്ത വലിയ ആശങ്കയായിട്ട് നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 9 രോഗികൾ, ഒരു മരണം കൂടി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇതുവരെ ഒക്ടോബർ 8 വരെ എത്തി നിൽക്കുമ്പോൾ സംസ്ഥാനത്ത് 97 രോഗികളും 22 മരണവും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഷിജോ, സൈഫ്, എന്തായാലും ഈ ഉറവിടം കണ്ടെത്താത്തത് കൊണ്ട് എന്ത് ജാഗ്രത പുലർത്തണമെന്നും പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടി അക്കാര്യത്തിൽ വലിയ വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നുണ്ട് അല്ലേ?